സ്റ്റഡി അബ്രോഡ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ്. എന്നാൽ കോഴ്സ് എടുത്തുകൊണ്ട് പോകുന്നവരെല്ലാം സക്സസ്ഫുൾ ആവുന്നുണ്ടോ? വിദേശത്ത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ. നമ്പർ 1, ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റ്. നമ്മൾ എടുക്കുന്ന രാജ്യത്ത് ജോലി സാധ്യതയുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നും കൂടെ നമ്മൾ നോക്കണം. നമ്പർ 2, കോഴ്സ് അക്രഡിറ്റേഷൻ. നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി, നമ്മൾ പഠിച്ചിറങ്ങുന്ന സർട്ടിഫിക്കറ്റ്, അത് ആ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യത്തും വാല്യൂ ഉണ്ടോ എന്നും നമ്മൾ ചെക്ക് ചെയ്യണം. നമ്പർ 3, ROI, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മളൊരു കോഴ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എങ്ങനെ നമുക്ക് റിട്ടേൺ കിട്ടാം, അത് നമ്മൾ എടുക്കുന്ന കോഴ്സിന്റെ ഫ്യൂച്ചർ, അതുകൂടാതെ തന്നെ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ബേസിക് സാലറി എന്നിവ എല്ലാം നമ്മൾ നോക്കണം. നമ്പർ 4, കോഴ്സ് ഡ്യൂറേഷൻ. നമ്മൾ എടുക്കുന്ന കോഴ്സിന്റെ ഡ്യൂറേഷൻ. ഇന്ത്യയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമെങ്കിൽ മിനിമം നമ്മൾ 2 ഇയേഴ്സ് ടൈം എടുക്കണം. എന്നാൽ എബ്രോഡ് 1 ഇയർ മതി. പോയിന്റ് 5, കോഴ്സ് അസസ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എടുക്കുന്ന കോഴ്സ് എക്സാം ബേസ്ഡ് ആണോ, അസൈൻമെന്റ്, പ്രോജക്ട് എന്നെങ്ങനെ ആണോ എന്നും നമ്മൾ ശ്രദ്ധിക്കണം. ഫോർ ഫ്രീ കരിയർ കൗൺസിലിംഗ് ആൻഡ് കോഴ്സ് സൊല്യൂഷൻ, കണക്ട് വിത്ത് us.